ഒരു കൗളനെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ ഒന്നുമല്ല. ഇങ്ങനെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. പല രൂപത്തിലും ഭാവത്തിലാണ് കൗളന്മാർ നടക്കുക. അയ്യോ, അവധൂതന്മാരാ. ഈ പറയുന്ന പോലെ ഇപ്പൊ എന്റെ അമ്മ പറയാ പള്ളിച്ചൻ നായരാ. ഞാൻ അമ്പലവാസി നായന്മാരല്ലാതെയുള്ള നായന്മാർ തൊട്ടിട്ട് ആദിവാസി വരെയുള്ളവരെയാണ് ചണ്ടാളർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന വ്യാസനാണെങ്കിലും വാത്മീകിയാണെങ്കിലും ഏതു കുലത്തിൽപ്പെട്ടതാണെന്ന് ചിന്തിച്ചുകൂടെ? നമ്മുടെ പേര് ഇത്രയും ശ്രേഷ്ഠമാക്കി തന്നത് നമ്മുടെ കുലത്തിൽപ്പെട്ടതാണ്. അവര് പറഞ്ഞ വാക്കുകളല്ലേ ഈ പാവം ഞാനും ഈ പറയണുള്ളൂ. തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമാണ് ഈ സബ്ജക്ട് വരുകൊണ്ട്. ഇത് രസമുണ്ട്. അല്ല, അത് പറയണം. നമ്മളെ ഈ തിന്നാനും കുടിക്കാനും പറയുമ്പോൾ ഒന്ന് പിന്നോട്ട് ചെയ്യാൻ പോവാ. നമ്മുടെ സംസ്കാരത്തിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാനിപ്പോ എന്റെ ഒരു ആദിവാസി സ്റ്റൈലിൽ ഒരു വേഷം എടുത്ത് വന്നാൽ നിങ്ങൾ എന്നെ മാറിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇയാൾ ഈ വേഷാന്ന് പറയും. നിങ്ങളിപ്പോഴും ആള് ഷെഡിട്ടുണ്ടോ മറ്റതിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് കഴിക്കുന്നുണ്ടോ നോക്കുകയാണ്. അത് മാറ്റി വെച്ച് നോക്കുന്നുണ്ട് കുറച്ചു കാലത്തിന്. നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ വലിയ അറിവുകളായിരിക്കും. അത് നിഷേധിക്കുകയാണ്. ആ നിഷേധം ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് പറഞ്ഞൊരു വാക്കാണ്. അത് അദ്ദേഹത്തെ മാത്രമല്ല എല്ലാവരെയും വേഷത്തിൽ പിടിക്കരുതേ. പിന്നെ ഞാൻ ഇറച്ചി മീനിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്നെ കൂട്ടിക്കോളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, ബാബാജി ഇത് മാത്രമാണോ അങ്ങയുടെ സബ്ജക്റ്റ്? അതായിരിക്കില്ല എന്ന് തീറ്റയും കൂടിയല്ല എന്ന് ആദ്യം പറഞ്ഞില്ലേ. കൗളം എന്ന് പറഞ്ഞാൽ ഈ കള്ളും കോഴിയാണോ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇറച്ചി തിന്നണമെന്ന് പറയുന്നതാണോ കൗളം? അതാണോ കൗളം? അല്ല, കുലയോഗം എന്നാ പറയാ. കൗള ആചാരം എന്നല്ല, കുലയോഗം. ശിവയോഗം, ശക്തിയോഗം, വാശിയോഗം, ശിവശക്തി യോഗം, ക്രിയായോഗം കഴിഞ്ഞിട്ടാണ് കുലയോഗം വരുന്നത്. അത് തീറ്റയും കൂടിയല്ല മക്കളെ. തീറ്റയും കൂടിയൊക്കെ അവിടെ നിന്ന് തീർന്നുണ്ട്. എന്താണ്? പശുആചാരം, വീരാചാരം, ദിവ്യാചാരം. പശുആചാരമാണ് സാധാരണ ക്ഷേത്രാരാധനയും. നിങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റം കംപ്ലീറ്റ്. വീരാരാധന പ്രാക്ടിക്കലാണ്. അത് കഴിഞ്ഞാൽ സംജാതമാകുന്നതാണ് ദിവ്യത്വം. അതാണ് നിങ്ങൾ പറഞ്ഞ ബ്രാഹ്മണ്യം. അതിലേക്ക് കടക്കേണ്ട ഇടയെ നിങ്ങളുടെ ചാടിയ മറ്റതെന്താ അറിയില്ല എന്നാ ഞാൻ പറയണേ. ഇത് അറിഞ്ഞു പോയാൽ കുറ്റം പറയൂല. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ദിവ്യത്വത്തിലെത്തും. ദിവ്യത്വത്തിലെത്താൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. പക്ഷെ എന്ത് ചെയ്യും? അവരുടെ സിദ്ധാന്തം അല്ലെങ്കിൽ സിദ്ധത്വം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കില്ല, ഇങ്ങനെ കാണിക്കാതിരിക്കില്ല. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. അതാണ് സിദ്ധൻ. സാധാരണക്കാർക്ക് ഇറങ്ങി വരുമ്പോഴും അവരൊപ്പം കന്നുട്ടാൻ പോവും, അവരൊപ്പം ഡാൻസ് കളിക്കും, അവരൊപ്പം പാട്ട് പാടും, അവരൊപ്പം ഹോട്ടലിൽ നിന്ന് ചിക്കൻ കഴിക്കും, ഷാപ്പ് പോയിരുന്ന പക്ഷെ കള്ളുടിക്കണ ഒപ്പിരിക്കും. കള്ളുടിക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഒപ്പിരിക്കും. എന്തിനു വേണ്ട? ഇവരെയും അതിലേക്ക് നയിക്കാൻ അവരിൽ ഒരാളായിട്ടാണ് ജീവിക്കുക. നിങ്ങൾക്ക് തോന്നും നിഷ്ഠയില്ല, ആചാരമില്ല, ഒരു ചിന്തയില്ല തോന്നും. പക്ഷെ മറിച്ചേ സ്വയം താഴ്ന്നു വരികയാണ്. സ്വയം താഴുകയാണ്. അതിന് കുറച്ച് പണിയുണ്ട്. പറയുന്നതിനേക്കാൾ പണിയൊരൊപ്പം നടക്കും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ വീണ്ടും വീണ്ടും പറയുന്നു, ഭാരതീയ സനാതനത്തിലെ പാരമ്പര്യങ്ങളെ പ്രത്യേകിച്ച് പറയുമ്പോൾ നാനാ രൂപഭാവേണ കൗള വിജരന്തി മഹീതലേന. ഒരു കൗളനെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ ഒന്നുമല്ല. ഇങ്ങനെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം. പല രൂപത്തിലും ഭാവത്തിലാണ് കൗളന്മാർ നടക്കുക. അയ്യോ, അവധൂതന്മാരാ. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അറിവ് കിട്ടും. നിങ്ങൾ പ്രവർത്തിച്ചാലോ ഒരു സാധകനും ഒരാചാര്യന്മാർക്കും ഒരു ഗുരുക്കന്മാർക്കും ഒരു നഷ്ടമില്ല. എന്താണ്? വേണ്ടവൻ സൂര്യപ്രകാശം എടുത്തു, അല്ലാത്ത വാതിൽ കൊട്ടിയടച്ചോ, ഇത്രയേ ഉള്ളൂ. അതിന് മാർഗം പലതുണ്ട്. ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വീണ്ടും പറയുന്നു, അസ്മൈ ഗുരുജി പറഞ്ഞ വാക്കിനെ ചണ്ടാളവ തെറ്റിദ്ധരിച്ചിട്ടില്ല, ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം എന്നെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരു വ്യാഖ്യാനം ഉണ്ടായാൽ ആയതിന് എണീറ്റുന്ന എവിടെയും പറയും. ഞാൻ സ്വന്തം അഭിപ്രായം പറയുന്ന ആളാണ്. ഹിന്ദു മഹാസഭയെ പോയപ്പോഴും സന്യാസിമാര് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എല്ലാ വീട്ടിലും വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പറ്റില്ല എന്നാ പറഞ്ഞു. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന നല്ലൊരു പാൽപ്പായസമാണ്, പക്ഷെ അതിൽ ചെറിയൊരു മണ്ണത്തരി ഉണ്ട്. അപ്പൊ എന്ത്? ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു, ചാകുമ്പോൾ ചണ്ടാള കുലത്തിൽ പറക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. എന്താ? ചണ്ടാളൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന പോലെ ഇപ്പൊ എന്റെ അമ്മ പറയാ പള്ളിച്ചൻ നായരാ. ഞാൻ അമ്പലവാസി നായന്മാരല്ലാതെയുള്ള നായന്മാർ തൊട്ടിട്ട് ആദിവാസി വരെയുള്ളവരെയാണ് ചണ്ടാളർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പുറം ആളുകളൊക്കെ പറഞ്ഞത് എന്തോ പാപം ചെയ്തിട്ടാണെന്ന് പാരായണം ചെയ്താൽ, പൂന്താനം പറഞ്ഞാൽ എന്റെ അച്ഛൻ ചെയ്താലും തെറ്റാണെന്ന് ഞാൻ പറയും. ആ വരി നിങ്ങൾ കളഞ്ഞോളൂ, എന്നിട്ട് നിങ്ങൾ പാരായണം ചെയ്യൂ. കാരണം ഈ രാജ്യത്തെ, ഇത് ഇന്നത്തെ ജാതി വ്യവസ്ഥ അല്ല, ഈ രാജ്യത്ത് SC സമുദായത്തിൽ വരുന്നതാണ് ചണ്ടാളർ എന്ന് പറഞ്ഞൊരു ജാതി. നോർത്ത് ഇന്ത്യയിലെ SC കാസ്റ്റ് ലിസ്റ്റ് എടുക്കൂ, ചണ്ടാളർ ജാതിയാണ്. ആ സമുദായക്കാരെ മോശം പറയാ. അപ്പൊ ഞാൻ ആ സദസ്സിൽ ചോദിച്ചു, ഞാൻ ബ്രാഹ്മണനെ ഇതുപോലെ ഇകഴ്ത്തിക്കൊണ്ട് ഒരു കീർത്തനം എഴുതാം, നിങ്ങൾ അമ്പലത്തിൽ പാരായണം ചെയ്യുമ്പോൾ, അതായത് ചണ്ടാളാബ ഇരിക്കാൻ കസേര തന്നാലും പറയാനുള്ളത് അച്ഛനോടും പറയും. ആ ശൈലി ഇതാണെന്നേ ഉള്ളൂ. ഈ ചിരിയും ഇത് കഴിഞ്ഞാൽ ചിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? വിഷയഗൗരവമാണ്. അല്ലാണ്ട് ആരോടുള്ള ദേഷ്യം ഉണ്ടായാൽ പിന്നെ ചണ്ടാളബാബ ഇല്ലല്ലോ. അല്ല, ഇതുപോലെ പറയുന്ന ബാബാജിയാണോ കർമ്മസിദ്ധാന്തം ഇല്ല എന്ന് പറയുന്നത്? അതാണ് വിഷയം. കർമ്മസിദ്ധാന്തം എന്ന് പറയുന്നത് നിങ്ങൾ കർമ്മസിദ്ധാന്തം ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനിത് മാറ്റി കാണിച്ചു തരാം. കർമ്മസിദ്ധാന്തം ഉണ്ടെന്ന് ഇദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന രീതികൾ വ്യത്യാസമാണെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞു, ആദ്യം തുടങ്ങിയത് വന്നത് അവസാനം എവിടെയാ? കൗളശാസ്ത്രത്തിലെത്തിയത് ഇല്ലേ? ഇത് രണ്ടും പറയുന്നത് ഒന്ന് തന്നെയാണ്. സംസാരിക്കുന്ന ശബ്ദം നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ വ്യത്യാസമാണ്. ഞങ്ങൾ പറയണ കേട്ടും കൊണ്ട് നിങ്ങൾ മുണ്ട് മടക്കി കുത്തിയാണ്ടല്ലോ, മഴയില്ല, വെറുതെ മുണ്ട് മടക്കി കുത്തണം, അവിടെ വെള്ളമില്ല.
അല്ല, രണ്ട് സിദ്ധാന്തം വേറെ ഇതെനിക്ക് പറയാനേ. പൂർണ്ണമായിട്ട് ഇതിന് മനസ്സിലായി. ശിവനും ശക്തിയാണ് ഒരു കാണുന്നത്. minute, ഒരു minute. അവർ പാപം യോഗി ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ പാപം എന്ന് പറഞ്ഞ എന്താ പറയുക, ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിനകത്ത് എല്ലാം സൈലന്റ് ആയിട്ട് കിടക്കുക. അവരവരാണ് തീരുമാനിക്കണത്. ഇത് സത്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, സസ്യലതാദികൾ ഭൂമിയിലേക്ക് വരണേ എങ്ങനെയാ? ഇത് കഴിച്ചാണ് നമ്മളും ഉണ്ടായത്. ഈ ഭൂമിയിലേക്ക് വരുന്നതും എവിടെ പിറക്കണം, ആരെ തിരഞ്ഞെടുക്കണം, ഇത് ഞാനാണ് തീരുമാനിച്ചത്, എൻ്റെ അച്ഛനും അമ്മയും. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഇതിനെയൊക്കെ കുറ്റം പറയണത്? ആരെയും നമ്മൾ കുറ്റം പറയണ്ട. ഞാൻ ഡിസൈഡ് ചെയ്താണ് എൻ്റെ അച്ഛനും അമ്മയും ഇന്ന കുലത്തിൽ ഇന്നത് 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 ഞാൻ തീരുമാനിച്ചു വന്നു. എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നേന്തിനാ? ഞാൻ അവിടെ പോകരിത്തരം കാണിച്ചിട്ടാ. നമ്മളെല്ലാവരും ഒരുമിച്ച് 1ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി. നമ്മളെ അവിടെ പിടിച്ച് പുറത്തേക്ക് സാർ ഇറക്കി വിട്ടു. ജാതി നോക്കിയിട്ട് ഇറക്കി വിട്ടതാ? അല്ല, എന്നെ തെറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ടു. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പൂച്ചയായിട്ട് മാറി. അത് സാറിൻ്റെ കുറ്റാണോ? അല്ല, എന്നെ നന്നാക്കാനാണ് സാറ് പുറത്തിറക്കി വിട്ടത്. അതേപോലെ എന്നെയും ഇദ്ദേഹത്തെയും ഒരേ പ്രപഞ്ചം പുറത്തിറക്കി വിട്ടത് എന്തിനാ? നന്നാവാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ചണ്ടാളനായിട്ട് നടക്കുന്നു, ഞാൻ വേറൊരു രൂപത്തിൽ നടക്കുന്നു. അദ്ദേഹം എന്ത് ഭംഗിയായിട്ടാണ് പ്രസംഗിക്കുന്നത്. എന്നെ കൊണ്ട് എൻ്റെ ഈളയ്ക്ക് പിടിക്കാൻ കൊള്ളില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ ഒരു ഭാഷയിലും മാസ്റ്റർ അല്ല എന്നില്ലേ? അത് ആദ്യമേ ആ ജാമ്യം എടുത്ത് നന്നായി. സംസാരിക്കുന്ന രീതിയായിട്ട് ഇതിന്റെ ഇടയിൽ എന്നെ കടുക്ക് പൊട്ടണമാരിയാ പൊട്ടണത്. ടപ്പട്ടപ്പട്ടപ്പാന്ന് എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയൊന്നും പറയാൻ. കടുകല്ല, പട്ടാസ്. ആ പൊട്ട എന്തോ ആവട്ടെ. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഇദ്ദേഹം പറഞ്ഞതിനകത്ത് കർമ്മസിദ്ധാന്തം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഞാൻ പറയണത് ബ്രഹ്മസത്യമാണ് ഈ പറഞ്ഞത്. അത് തന്നെയാണല്ലോ നമ്മുടെ ആത്മീയതയുടെ. ഇത് രണ്ടും ഒന്ന് തന്നെയാ. പക്ഷെ ഭാരതീയ സംസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. ഇവനെ കൊല്ലണം, അവനെ വെട്ടണം, ഇതൊന്നുമില്ല. അവന്റെ ശാസ്ത്രം അവന് വലുതാണ്. അതിന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. എൻ്റെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുത്തൻ ശവക്കറി കഴിച്ചോട്ടെ, എനിക്ക് ഒരു വിഷമമില്ല. പക്ഷെ ഞാൻ വിളമ്പി കൊടുക്കില്ല. അവന് പാൻ നേരത്തെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ 1 രൂപ ഞാൻ കൊടുക്കില്ല. കാരണം അത് എൻ്റെ ധർമ്മത്തിന് തെറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ധർമ്മത്തിന് തെറ്റല്ലാത്തതിന് കാരണം അദ്ദേഹം പഠിച്ചിരിക്കുന്ന അതാണ്. ഞാൻ അതിനെ തെറ്റ് പറയില്ല. ഇവിടുത്തെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഭാരതീയ സംസ്കാരത്തിൽ എന്ത് പറയണ്ടോ എല്ലാം നല്ലതിനാ. പക്ഷെ ഒരു ജീവിയെ കൊല്ലരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ പാവം ജീവികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല. അത് ബാബ കൂടി മനസ്സിലാക്കിയ ആ ജീവിക്ക് കിട്ടുന്ന മോക്ഷത്തിന്റെ സന്തോഷം എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു വെള്ളത്തിൽ ചാടി ഉറുമ്പ് കിടന്ന് പിടയ്ക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഭും എന്നും പറഞ്ഞ് ഉറുമ്പുകൾ വരും. കാണുമ്പോൾ കഷ്ടം തോന്നും. കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിക്കൊണ്ട് പോണ വഴിക്ക് കാണുന്ന ജീവിയൊക്കെ ഇങ്ങനെ പൊക്കിക്കയറ്റണം എന്നുള്ളതല്ല, ചെയ്യാൻ പറ്റാത്തത് പറയാം. ഭഗവത്ഗീതയിൽ സാംഖ്യയോഗം എല്ലാവരും വായിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അത് വായിച്ചാലും അവർക്ക് മനസ്സിലാവണ്ടേ? ശ്ലോകം അവർക്ക് മനസ്സിലാവണ്ടേ? അവര് മനസ്സിലാക്കണ വേറെ തരത്തിലായിരിക്കും, ബാബ മനസ്സിലാക്കണ വേറെ തരത്തിലായിരിക്കും, ഞാൻ മനസ്സിലാക്കണ വേറെ തരത്തിലാ. അല്ല, ആവട്ടെ, വായിച്ചോളൂ. 27ാമത്തെ ശ്ലോകം ഇരുത്തി വായിക്കുക. ഭഗവത്ഗീത സാംഖ്യയോഗം 27ാമത്തെ ശ്ലോകം. നിങ്ങൾ ഇതാണ് സ്പിരിച്വാലിറ്റി, ഇതാണ് ശരിക്കും വേണ്ടത്. ആ ഒറ്റ ശ്ലോകം എന്നാവുമ്പോ അർത്ഥം അന്വർത്ഥം ഒന്നും അറിയില്ല. എല്ലാം മുഴുവനായിട്ട് വായിക്കണം. ഭഗവാൻ പറഞ്ഞത് മുഴുവനായിട്ട് വായിക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. 18 അധ്യായം മുഴുവനായിട്ട് വായിച്ചോളൂ. അതും വേണം. ഭഗവത്ഗീത ആ സിറ്റുവേഷനോട് കൂടിയിട്ട് വിഷാദത്തിലിരിക്കുന്ന അർജുനന്റെ വിഷാദയോഗത്തോടു കൂടി വിശ്വരൂപ ദർശനവും കഴിഞ്ഞ് 18 അധ്യായം പരിപൂർണമായി വായിച്ചിട്ട് എവിടെ ആര് എന്തിന് ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് എന്ന് നന്നായി, എന്തുപദേശം കൊടുക്കണമെന്ന് നന്നായി വിചാരം ചെയ്യുക. സന്യാസത്തെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും രാജയോഗത്തെക്കുറിച്ചും ഒക്കെ അർജുനൻ ഭഗവാനോട് ചോദിക്കേണ്ടത്. അതും നമ്മൾ സാധാരണ ഭാഷ പറഞ്ഞ എടാ എന്ന് വിളിക്കുന്ന പോലെ തന്നെയാണ്. ഭഗവാനാന്ന് അറിയണില്ല, വിശ്വരൂപ ദർശനം ഉണ്ടായിട്ട് പോലും ഈ അത് ഭഗവാനാന്ന് മനസ്സിലായില്ല. വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയപ്പെടുന്ന സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഭഗവാൻ എന്താണ് ആത്യന്തികമായി പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് ഭഗവത്ഗീത. അടുത്തത് മഹാഭാരതത്തിൽ വ്യാധഗീത എന്നുകൊണ്ടൊരു ഭാഗമുണ്ട്. വ്യാധഗീത, വ്യാധൻ എന്ന് പറഞ്ഞ ഇറച്ചിവെട്ടുകാരനാണ്. ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്തേക്ക് ബ്രാഹ്മണർ വേദപഠനത്തിന് വേണ്ടി വരുന്നുണ്ട്. വേദാന്തജ്ഞാനം, വേദത്തിനല്ല വേദാന്തം പഠിക്കാൻ വേണ്ടി വരുന്നത് മഹാഭാരതത്തിൽ പണ്ട് വ്യാധഗീത എന്നാ പറയുക. ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ ഏത് ഭാഷയിലും കിട്ടും. അതും ഒന്ന് വായിച്ചോളൂ. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയണ്ടേ ഞാൻ ആരെയും കൊല ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താന്ന് നമ്മൾ തിരിച്ചറിയാം. അല്ല, അതാ ഞാൻ പറഞ്ഞു. ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചു, ഗുരുജി അങ്ങ് എന്തെങ്കിലും കൊന്നു തിന്നോ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ സമൂഹത്തിന് വേണ്ടി ചോദിച്ചാ, എനിക്ക് വേണ്ടി ചോദിക്കേണ്ട കാര്യം കേട്ടോ. ഞാൻ എന്തിനാ ചോദിക്കണേ? ഞാൻ ഇവർക്ക് വേണ്ടി ചോദിച്ചതാ, ഉത്തരം പറയാൻ വേണ്ടി. ഞാൻ കൊടുത്ത മറുപടി എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലോ. ഞാൻ കൊല്ലുന്നുമില്ല, തിന്നുന്നില്ല, ചാവുന്നില്ല തന്നെ പറഞ്ഞത്. ഇതെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്നെ അദ്ദേഹം പറഞ്ഞു. വ്യാധനും പറഞ്ഞ മറുപടി അതാണ്. അതിനൊരു കാരണം ഉണ്ടാവില്ല പറയാൻ, അതിനൊരു കാരണം. അതന്നെയാണ് ഈ സ്പിരിച്വാലിറ്റി. പക്ഷെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ ആരും അഭിമാനിക്കാത്തത്? ഈ പറയുന്ന വ്യാസനാണെങ്കിലും വാത്മീകി ആണെങ്കിലും ഏത് കുലത്തിൽപ്പെട്ടതാണെന്ന് ചിന്തിച്ചുകൂടെ?
നമ്മുടെ പേര് ഇത്രയും ശ്രേഷ്ഠമാക്കി തന്നത് നമ്മുടെ കുലത്തിൽപ്പെട്ടതാ. അവര് പറഞ്ഞ വാക്കുകളെയല്ലേ ഈ പാവം ഞാനും ഈ പറയണുള്ളൂ. എൻ്റെതായിട്ടൊന്നും ഞാൻ എടുക്കണില്ല. ഞാൻ രാമായണം വായിച്ചിട്ടില്ല മുഴുവനായിട്ട്, മഹാഭാരതം മുഴുവനായിട്ട് ഞാൻ പടം കണ്ടേഷനായിട്ട് ഞാൻ ഭാഗവതത്തില് ഞാനിതൊന്നും വായിച്ചിട്ടില്ല. ശുഖബ്രഹ്മർഷി ജന്മം കൊണ്ട് തന്നെ യോഗിയാണ്, അച്ഛനേക്കാൾ വലിയ യോഗിയാണ് ശുഖബ്രഹ്മർഷി. ശുഖബ്രഹ്മർഷിയോട് വ്യാസൻ കൊണ്ട് മകനെ ഒരു കല്യാണം കഴിക്കാറ്. കല്യാണം കഴിക്കാറുമ്പോൾ ശുഖബ്രഹ്മർഷിക്ക് ഭയങ്കര ഭയമായി പോയി. അച്ഛൻ കല്യാണം കഴിക്കാൻ ഞാൻ യോഗിയാണ്, എനിക്ക് കല്യാണം കഴിച്ച ഭാര്യ കുട്ടികൾ പ്രാരാബ്ദം ആകെ പ്രശ്നമാണെന്ന് പറയും. അപ്പൊ ഇയാൾ പറയും അത് അപ്പൊ പിന്നെ നീ എന്ത് യോഗിയ, നിനക്ക് വിഷയത്തെ നിനക്കൊന്ന് എന്താ പറയാ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, നീ ജനകരാജാവുണ്ട്, അദ്ദേഹം രാജഋഷിയാണ്, അദ്ദേഹത്തെ ഒന്ന് പോയി കാണുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദേവീഭാഗത്തിൽ ആ സിറ്റുവേഷൻ വെച്ച് അദ്ദേഹം പോയിട്ട് ജനക മഹാരാജാവിനെ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ദേവി ഭാഗവത്തിൽ ശുഖബ്രഹ്മർഷി പച്ചക്കറിവാദക്കാരനാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട് ഇത് പാപമല്ലേ എന്നുള്ളത്, അവിടെ ഇത് കഴിക്കുന്നത് പാപമല്ലേ എന്ന്. ഇതിനൊക്കെ മറുപടി അവിടെ ജനക മഹാരാജാവ് ഈ ശുഖബ്രഹ്മർഷി കൊടുക്കുന്നുണ്ട്. അതാ ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മവാദി എന്ന് പറഞ്ഞ ശുഖബ്രഹ്മർഷി കൊടുക്കുന്നുണ്ട്. പറഞ്ഞയക്കുന്ന വ്യാസൻ പോലും പറഞ്ഞ അവിടെ എന്താണ്, ഒരു ഗൃഹസ്ഥാശ്രമി, ഒരു ഞങ്ങൾ പറഞ്ഞ കർമ്മയോഗി പറഞ്ഞാൽ മറ്റേ കർമ്മത്തിലല്ല പ്രവർത്തിക്കുന്നവൻ. ബ്രഹ്മവാദിയാകുമ്പോഴും കർമ്മ, ഇപ്പം ഞാൻ ഇപ്പോൾ തൊഴിലെടുക്കുന്നില്ല, ആ തൊഴിലാണ് പറഞ്ഞത്, ഇന്നലെ ചെയ്ത പാപത്തിൻ്റെ ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരാളെടുത്ത് പറഞ്ഞാൽ അയാളാണ് വ്യക്തമായി. പക്ഷെ എന്തോ കുഴപ്പച്ചാലേ നമ്മുടെ അമ്പലങ്ങളിൽ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ എഡിറ്റ് ചെയ്യും. എൻ്റെ ഇറച്ചിന്ന് പറയണതിന് തെറ്റുന്ന സത്യത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യാണ്ട് അതിന്റെ യഥാർത്ഥ വശം പറഞ്ഞു കൊടുത്താൽ ഈ ടൺ കണക്കിന് കല്യാണ സദ്യന്റെ ഈ കോഴി വെട്ട് നിൽക്കും. ഇത് എവിടെ എന്തിന് എങ്ങനെയെന്നൊക്കെ ഇത് മനസ്സിലാക്കാണ്ട് പറയുന്നതും ജീവിത നിഷ്ഠയാക്കുന്നതും കുഴപ്പം. നിങ്ങൾ കൃത്യമായി ഇതിനെയൊക്കെ മനസ്സിലാക്കിയാൽ എന്നിട്ട് ഉപയോഗിക്കൂ. ഇത് തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രമാണ് ഈ സബ്ജക്ട് വരുകൊണ്ട്. ഇത് രസമുണ്ട്. അല്ല, അത് പറയണം. നമ്മളെ ഈ തിന്നാനും കുടിക്കാനും പറയുമ്പോൾ ഒന്ന് പിന്നോട്ട് ചെയ്യാൻ പോവാ. നമ്മുടെ സംസ്കാരത്തിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ ഇവിടെ വന്നതിന് ശേഷമാണ് വന്നത്. ഈ 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? വെറുതെ ഒന്ന് പറ. 5 ഫിസിക്കൽ അപ്പവും 2 മീനുമാണെന്ന്. പഞ്ചേന്ദ്രിയവും ബുദ്ധിയും മനസ്സുമാണ്. ഇതിനെ പാകം ചെയ്താണ് യേശു ക്രിസ്തു കൊടുത്തത്. 5000 പേർക്ക് കൊടുത്തിട്ട് പിന്നെയും ഭക്ഷണം ബാക്കി ഉണ്ടായിരുന്ന പറഞ്ഞ്. അന്ന് എന്തായിരുന്നു ഇവര് കൊണ്ടുവന്നിട്ട് പാചകം ചെയ്ത് ഇത്രയും ഭംഗിയായിട്ട് വിളമ്പ് നടന്നു. നമ്മുടെ ഇതിലില്ലാണ്ട് എങ്ങനെ വ്യാധന ഇറച്ചി വെട്ടുകാരനുണ്ടാവുക? ഇല്ല, അതൊക്കെ വ്യാഖ്യാനിച്ചു വരുമ്പോ ഞാൻ ഇതിൽ നിന്ന് മാറി പറഞ്ഞ എന്താണെന്നറിയോ? ഒരു മിനിറ്റ്, ഞാൻ ചില സമ്പ്രദായ ബന്ധം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആദിനാഥിൽ നിന്ന് തുടങ്ങിയിട്ട് 239ാമത്തെ ഗുരുപരമ്പിൽ നിൽക്കുന്ന ഞാൻ. അപ്പൊ ആ പരമ്പര തൊട്ട് ഈ പറഞ്ഞ ഗുരു ശിവനായി പറഞ്ഞ ഗുരു തൊട്ട് ഇതുവരെയുള്ള ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനം ഇല്ല ഈ സംസ്കാരത്തിൽ എന്ന് പറഞ്ഞു. ഇല്ല എന്നല്ല പറഞ്ഞത്, സംസ്കാരത്തിലുണ്ട്. ദുബായ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ദുബായ് ഇല്ല വെച്ചാൽ ഇല്ല എന്നല്ല, അങ്ങയുടെ ദർശനം സംസ്കാരം ഉണ്ട്, 100% ഉണ്ട്. ഞാൻ പറയുന്നത് വേറൊരു മതത്തിന്റെ സംസ്കാരം പറഞ്ഞതിന് അവരിവിടെ വലിച്ചഴിക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ സൂക്ഷ്മത്തിലുള്ള കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യം പറഞ്ഞത്. ഏത് 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞത് ഇങ്ങനെ മനസ്സിലാക്കിയ ആ 5 അപ്പവും ആ 2 മീനിന്റെ ജീവൻ രക്ഷപ്പെടും. ശരിയാണോ അല്ലയോ? ഇവിടെ എന്റെ ലാഭം എവിടെയാ? ഭക്ഷണം എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഈ സൂക്ഷ്മത എടുത്താൽ മതി. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, ഞാൻ ഇവിടെ സൂക്ഷ്മത്തിൽ സ്വീകരിച്ചിരുന്ന് കാണിക്കാം. ലോകം മുഴുവൻ പട്ടിണി കിടന്ന് പോണ്ടേ? ഞാൻ ലോകം മുഴുവൻ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു വേദിയല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കമ്പയർ ചെയ്യില്ലേ? നമ്മൾ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജ്ജം സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന് ഉപാധികളുണ്ട്. ആ ഉപാധി ഏതിലും സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജ്ജം സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ പോണൊരു വൈക്കോ. ഞാൻ പറഞ്ഞു ഇത്രയും ആളുകൾ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജ്ജം സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം കൈവക്കുക. ഞാൻ കൈപൊക്കണേ ആദരിക്കുന്നു. അവരൊരു കാര്യം ചെയ്യട്ടെ, ഇനിയുള്ള കാലം മുഴുവൻ ഈ സൂര്യന്റെ ഊർജ്ജത്തിൽ നിന്ന് ജീവിക്കട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ജീവിക്കും. അവരതിന് വിട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോയിക്കോളൂ. തീറ്റയും കൂടി ആയിട്ടല്ല, ആരോഗ്യത്തിന് വേണ്ടിയുള്ള യുക്തമായ ഭക്ഷണം, രസ്യമായ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച് പോഷകാഹാരം കഴിച്ച് മുന്നോട്ട് പോകും. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇല്ല, എനിക്ക് ഭക്ഷണം വേണ്ടേ, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കിപ്പോ നല്ല എനർജിയിൽ ഇരിക്കുക. ഗുരുജിയല്ല, ഞങ്ങൾക്കൊക്കെ വേണമായിരുന്നു. അപ്പോ നമുക്ക് നമ്മൾ 1 മണിക്ക് ഭക്ഷണത്തിന് എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, കഴിഞ്ഞ തവണ നമ്മുടെ കുടുംബത്തിലെ ചില ആളുകൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തവണ എല്ലാവരും ഭക്ഷണം കഴിക്കണം. ദയവ് ചെയ്ത് നമ്മുടെ കൂടെയുള്ള എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ കാറ്ററിംഗ് ചെയ്ത് കൊണ്ടുവന്നേക്കണം, ആരും കഴിക്കാതെ ഇരിക്കരുത്. അപ്പൊ അത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ എത്താനുണ്ടായ താമസമാണ്, നമ്മൾ ഈ 1/2 മണിക്കൂർ താമസിക്കാനുണ്ടായ താമസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് പൈസ അടയ്ക്കണം. നമ്മുടെ ഒരു സന്തോഷകരമായ ഒരു ചടങ്ങ് കഴിഞ്ഞ തവണ നമ്മുടെ വിജയകുമാർ പുഷ്പദാസ് ഏട്ടന്റെ ഒരു പുസ്തകം, തസ്മൈ ഗുരുജിയെ കുറിച്ച് എഴുതിയൊരു പുസ്തകം നമ്മൾ കഴിഞ്ഞ സ്പിരിച്വൽ അവേഴ്സിൽ വെച്ച് പ്രകാശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ 2ാമത്തെ പുസ്തകം സ്പിരിച്വൽ അവേഴ്സ് 2 പ്രകാശനം നടത്തുകയാണ്. സത്യത്തിൽ ഈ പരിപാടി നടത്തുമ്പോൾ എന്റെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് നടന്നില്ല. അതെ, വിജയകുമാർ ഏട്ടൻ ഇതൊരു ശീലമാക്കരുതെന്നാണ്. എന്തായാലും
എൻ്റെ പുസ്തകം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് കഴിഞ്ഞ തവണ കവർ പേജ് ചെയ്തതാണ്. അത് ഇന്ന് പ്രകാശനം നടത്തണമെന്ന് വിചാരിച്ചു, പിന്നെ സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. അത് മാത്രമല്ല, അതിന് കാരണമാകുന്ന ആൾ, അതായത് നമ്മളോടൊപ്പം ഇല്ലാത്ത കഥയിൽ പറയുന്നത് ആരുടെ കഥയാണോ ആ കുട്ടിയുടെ അച്ഛൻ ശ്രീനിവാസ പൈ സാറിനോട് പറഞ്ഞിരുന്നു, രോഹിത് സാറ് തലകുത്തി മറിഞ്ഞാലും ആ പുസ്തകം തൃശ്ശൂർ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റില്ല, അത് തിരുവനന്തപുരത്ത് വെച്ച് മാത്രമേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ജൂലൈ 6 എന്തായാലും എൻ്റെ കയ്യിൽ ഓഡിയോ ഉണ്ട്. ജൂലൈ 6 തിരുവനന്തപുരത്ത് നടക്കുന്ന സ്പിരിച്വൽ അവർ 3, ഞാൻ ഡേറ്റ് അങ്ങ് പറയുകയാണ്, അടുത്ത മാസം ജൂലൈ 6 തിരുവനന്തപുരത്താണ് സ്പിരിച്വൽ. ഇന്ന് രാവിലെ ആരൊക്കെയോ പറഞ്ഞു പറ്റുമെങ്കിൽ അത് ശിവഗിരി വെച്ച് നടത്തണം, നമുക്ക് ശ്രമിച്ചു നോക്കാം, നടക്കുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ തസ്മയ ഗുരുജിയെ കുറിച്ച് വിജയകുമാർ പുഷ്പദാസ് ചേട്ടൻ എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. വിജയകുമാർ എന്നെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് എഴുതിയിട്ട് നിന്നിട്ട് ഇല്ല, വിജയകുമാർ ഏട്ടനാ പറയുന്നത്. അപ്പോ വിജയകുമാർ ഏട്ടൻ അത് ബാബാജി എല്ലാവരും കൈയടി ആവാം. ഗുരുജിക്ക് എന്താ പറയാനുള്ള? ഈ ബുക്കിനെ പറ്റിയിട്ട് രണ്ട് ബുക്ക് കുടിഞ്ഞിട്ടുണ്ട്. പുതിയ ബുക്ക് ആരാളുള്ളതെന്ന് വെച്ചോടെ. ഞാനൊരു എഴുത്തുകാരൻ തന്നെയായിരുന്നു. വാക്ശുദ്ധി ഒന്നും ഇല്ലെങ്കിലും ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളായിരുന്നു. അനേകം പരസ്യങ്ങൾക്കൊക്കെ പരസ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് അറിയാലോ, കുഞ്ഞതാ 2-3 ഡയലോഗൊക്കെ ഉള്ളൂ, വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ നല്ല എന്താ പറയുക, ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് എഴുതാനുള്ള കഴിവ് വേണം. സിനിമയുടെ കഥ ഒരു 10-18 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ ശൈലിയൊക്കെ എനിക്കറിയാം. വായിക്കാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പേജൊക്കെ മറച്ചു നോക്കും, വലിയ വായനക്കാരനൊന്നും അല്ലെങ്കിലും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ വാക്കുകൾ എവിടെ നിന്നാണ് വരണേന്നുള്ളത് നമുക്ക് ചിന്തയ്ക്ക് അതീതമാണ്. ബ്രഹ്മം കയ്യിൽ പിടിച്ചെഴുതിക്കുന്നു എന്ന് പറയണല്ലേ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ, വാത്മീകി അല്ല അത് തന്നെ വ്യാസമുനി വാത്മീകി എഴുതുന്ന സമയത്ത് പേനയുടെ തുമ്പൊടിയാതിരിക്കാൻ വേണ്ടി ഗണപതിയുടെ കൊമ്പ് വച്ചാ എഴുതിയത് ഇല്ലേ? അതുപോലെ കഴിഞ്ഞ മാസത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ബുക്ക് എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡൊന്ന് ആലോചിച്ച് നോക്ക്. 3ാമത്തെ ബുക്ക് എഴുതി പകുതിയായി കഴിഞ്ഞു ഇല്ലേ? 3ാമത്തെ ബുക്ക് എഴുതി പകുതി. പേന കയ്യിലെടുത്താൽ തന്നെ എഴുതുക. ഇതുപോലെ പേന കയ്യിലെടുത്താൽ തന്നെ പടം വരയ്ക്കുന്ന ആൾ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയേ. അതാ നിൽക്കണു. ആ വ്യക്തിയുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഇത് ഇവിടെ ഇരുത്തി, അതിന് പടം വരയ്ക്കാനൊന്നും അറിയില്ല. പേന കയ്യിൽ കൊടുത്ത് കടലാസും വെച്ചാൽ മതി, അപ്പം അതിങ്ങനെ പടം വരയ്ക്കാൻ. ഇത് എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു പണ്ട് നമ്മുടെ ഗുരുക്കന്മാര് ഈ പ്രപഞ്ചത്തിലേക്ക് ഓരോ വസ്തുവിനും. ഇതിന് പറയുന്നത് ആസ്ട്രൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ആസ്ട്രൽ പെയിന്റിങ് അല്ല ആസ്ട്രൽ മൂവ്മെന്റ്. ഇതെല്ലാം ആസ്ട്രലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ ഈ പറയുന്ന എനിക്ക് ഒന്നുമില്ല, എനിക്കറിയാവുന്ന ഈ വിദ്യയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്കൊക്കെ പോയി അനുഭവിക്കാം. ഒരാളെ ഉപദ്രവിക്കേണ്ട, ഒന്നും മോശം ചെയ്യേണ്ട. ഇദ്ദേഹം ചെയ്യുന്നത് മോശം എന്നല്ല പറഞ്ഞത്. ഇദ്ദേഹത്തിന് ചെയ്യുന്ന കലയുടെ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ആ രീതി തന്നെ പോകട്ടെ. എല്ലാവരെയും പൂർണ്ണമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയാം. ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ബുക്ക് മേടിച്ചുകൊണ്ട് പോവുക. നിങ്ങളുടെ കയ്യിൽ പൈസ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമ്പറില്ലേ, അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കുക. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നല്ല മനുഷ്യൻ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടല്ലേ. നിങ്ങളൊക്കെ ആത്മീയതയ്ക്ക് വന്നാൽ ആരും പൈസ കൊടുക്കണ്ട. പുള്ളിയിൽ എഴുതി ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആത്മാർത്ഥതയുള്ള ആളുകളായിട്ട് മാറണം. ഒന്നും ഫ്രീ വേണമെന്ന് ആഗ്രഹിക്കുകയല്ല. ആ മനുഷ്യൻ എഴുതിയത് എന്താണെന്നൊന്ന് വായിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആത്മീയതയുടെ ഉന്നമനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് ഞാൻ വായിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ ഇതല്ല ആഗ്രഹിച്ചു വന്നതെന്ന്. നമ്മൾ അതിനകത്ത് നിസ്വാർത്ഥര. ഞങ്ങൾക്ക് വരുന്ന ചോദ്യത്തിന് ഉത്തരമേ പറയാൻ പറ്റുള്ളൂ. അങ്ങ് എത്ര ചോദ്യം ചോദിച്ചോ, രാത്രി ആയാലും ഞാൻ ഇവിടുന്ന് ഉത്തരം പറയാൻ തയ്യാറാണ്.
മുൻകൂട്ടി പറയൊന്നും വേണ്ട, എത്ര വേണമെങ്കിലും ചോദിച്ചോ, അങ്ങയുടെ കൊതി തീരുന്നവരെ ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. പക്ഷെ ചോദിക്കുന്ന ചോദ്യം വീണ്ടും ശവക്കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഉത്തരേ പറയുള്ളൂ. കാരണം ചോദിക്കുന്ന ചോദ്യത്തിന് ഭക്ഷണ സംബന്ധിയായ ചോദ്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ വെച്ചോ കുഴപ്പമില്ല. ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തെ പറ്റി പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ ബുക്ക് എല്ലാവരും മേടിച്ച് വായിച്ചോ. അടുത്ത ബുക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പാണ് അത് അന്വേഷിച്ച് പോയി മേടിക്കും. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും പിന്നെ പോയി മേടിക്കേണ്ടിയും വരും. അതാണ് ഈ ബുക്കിന്റെ. ജൂലൈ 6 തിരുവനന്തപുരത്ത് അടുത്ത ബുക്ക് പ്രകാശനം. എന്റെ നടന്നില്ലെങ്കിലും ചേട്ടനെങ്കിലും നടക്കും. തസ്മൈ ഗുരുജിയും ദിവ്യ ചക്ഷുസും എല്ലാവരും കൗണ്ടറിൽ പുസ്തകം അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് അത് വാങ്ങാം. അത് മാത്രമല്ല, എനിക്ക് പുസ്തകം തന്നില്ല ചേട്ടൻ. കഴിഞ്ഞ തവണ ചേട്ടൻ എനിക്ക് തന്ന പുസ്തകം, ചേട്ടൻ തന്നില്ല, ഗുരുജി തന്ന പുസ്തകം നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന ആൾക്ക് കൊടുത്തു. ഗുരുജിയുടെ നിന്ന് വാങ്ങാനാണ് എനിക്കും ഇഷ്ടം. ഈ ബുക്കിനെ പറ്റി 2 വാക്കുകൾ ഇവരും ഒന്ന് പറഞ്ഞോട്ടെ. ഇത് വായിക്കേണ്ട വേണ്ട, ചുമ്മാ പറഞ്ഞാൽ മതി. എല്ലാം കണ്ണിച്ചു പറഞ്ഞോ, നല്ലതാ. ശ്രീ വിജയകുമാർ പുഷ്പദാസ്, ഇത് ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും എഴുതുക, സംസാരിക്കുക, വരയ്ക്കുക തുടങ്ങി എന്തും അത് പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, പരാശക്തി എന്ന് പറഞ്ഞേ ഉള്ളൂ, അതെന്താ വെച്ചാൽ വേറെ ആയിക്കോട്ടെ, അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ പറയുക വിഡ്ഢിയായിരുന്ന കാളിദാസൻ എന്നാ പറയുക. അപ്പോൾ ഒന്നും അറിയില്ലാത്തൊരു കാളിദാസൻ ആ പരാശക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യ കളിയാക്കിയപ്പോൾ അങ്ങനെ ദേവിയുടെ തിരുനടയിൽ പോയിരുന്നിട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. ഒരുപാട് കരഞ്ഞു. എല്ലാവരും പൊട്ടനാ വിഡ്ഢിയാന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ആ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടായതിനു ശേഷം കാളിദാസൻ എന്തൊക്കെ എഴുതിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? അപ്പോൾ അതൊരു മഹാഭാഗ്യമാണ്. പരാശക്തിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ തൃക്കരങ്ങൾ അല്ലെങ്കിൽ തൃപ്പാദങ്ങൾ നമ്മുടെ ശിരസിൽ വെക്കുമ്പോൾ മാത്രമാണ് നമുക്കതിന് കഴിയുക. അത് ഭൂമിയിൽ സാധ്യമാവുക സദ്ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. അപ്പോൾ എന്തായാലും തസ്മൈ ഗുരുജിയും എന്ന് കാണുന്നത് കൊണ്ട് നമുക്ക് ബോധ്യമുണ്ട് അദ്ദേഹം ഗുരുജിയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. അതൊരു മഹാഭാഗ്യമായതുകൊണ്ട് തന്നെ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന് ഇത് എഴുതാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കാണുക. നമുക്ക് എന്തും കാശ് കൊടുത്താൽ കിട്ടും. ഗുരുക്കന്മാർക്ക് എന്തും ശിഷ്യർക്ക് തരാനും ഭക്തർക്ക് തരാൻ പറ്റും. പക്ഷേ ശിഷ്യർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഗുരുത്വം. ആ ഗുരുത്വം അദ്ദേഹത്തിന് ആവോളം ഉണ്ടാകട്ടെ, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തസ്മൈ ഗുരുജിയും ദിവ്യ ചക്ഷുസ്സും എന്ന ഈ ഗ്രന്ഥം ഈ മലയാളക്കരയും കടന്ന് അല്ലെങ്കിൽ ഈ ഒരു രാജ്യവും കടന്ന് പുറത്തേക്ക് എത്തി എല്ലാവരും വായിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്താണോ ഇതിലൂടെ ആഗ്രഹിച്ച് അതിന് പൂർണ്ണത ഉണ്ടാവട്ടെ എന്ന് പരാശക്തിയുടെ നാമത്തിൽ, ഗുരുപരമയുടെ നാമത്തിൽ ആശംസിക്കുന്നു. നമസ്തേ, നമഃ ശിവായ. തസ്മൈ ഗുരുജിയെ ഞാൻ കേട്ടത് വെജിറ്റേറിയനിസത്തെ കുറിച്ചിട്ട് പറയുന്ന മറ്റൊരാളും കൂടി ഉണ്ട്. ആ ഗുരുജി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് VMCയിൽ പറയുമായിരുന്നു അത് തീർച്ചയായിട്ടും കേൾക്കണമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷെ അത് അതിസരളമായിട്ട് വരുന്നുണ്ട്, അനായാസം അനർഘളമായിട്ട്. ഒരു പേജ് ഇപ്പോൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അത് ഗുരുത്വം തന്നെയാണ്. ഏതായാലും ഗുരി ഉള്ളവരാരോ അവർ ആ സത്യമാർഗത്തെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അവർക്ക് ഓരോ ദിവ്യാത്മസ്വരൂപർക്കും അനുസരിച്ച് അവരുടെ ഗൈഡൻസിലൂടെ ഉന്നത സ്ഥിതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആത്മാക്കൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാണ്. അവരെ എന്താ വെച്ചാൽ ആ ഗുരു നിന്ദയല്ല, ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് അന്തരാത്മാവിൽ നിന്നും അനർഘളമായി ചൊരിയുന്നതെല്ലാം പ്രകൃതി തന്നെയാണ് ഗുരുവിന് വേണ്ടി ചെയ്യിക്കുന്നത് എന്നതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. സോ ഇവിടെയുള്ള ഓരോ ദിവ്യമായിട്ടുള്ള ഇപ്പോൾ ഞാൻ ഇതുവരെ കേട്ട അല്ലെങ്കിൽ കുറച്ച് ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക ബാബാജിയെക്കുറിച്ച് കേട്ടത്. പക്ഷെ ഇന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരുപാട് പഠിക്കാൻ, ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഭാവം അല്ലെങ്കിൽ വാക്കിലൂടെ ചിലതൊക്കെ നമ്മൾ വളരെ അനർഘളമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ സ്ഫുരണം എന്നുള്ളത് ആത്മാക്കളെ കൺഫ്യൂസ് ചെയ്യുന്ന വിധത്തിലാകുമ്പോൾ കുറച്ചൊരു വേദന വരും. അത് ഞങ്ങൾ അറിഞ്ഞ ഈ സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ സത്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് സമക്ഷം ഞാൻ ഗുരുവിനോട് ക്ഷമ ചോദിക്കും കൂടി ചെയ്യുകയാണ്, ബാബാജിയോട്. തസ്മൈ ഗുരുജി താങ്കളെ പോലെയുള്ള, അതേപോലെ ബാബാജിയെ പോലെയുള്ള, സാറിനെ പോലെയുള്ള ദിവ്യാത്മ സ്വരൂപരുമായിട്ട് എനിക്ക് ഈ ദിവ്യമായിട്ടുള്ള ഈ അമൃത മുഹൂർത്തം അനുഗ്രഹിച്ച് തന്നതിലൂടെ ഞാൻ എൻ്റെ സൗഭാഗ്യത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു അങ്ങേ കാണാൻ കഴിഞ്ഞതിലും. തസ്മൈ ഗുരുജിയും ദിവ്യ ചക്ഷുസും വായിച്ചിട്ടില്ല, വായിക്കണം.
പക്ഷെ എന്തായാലും ഞാൻ ഓരോ മറിച്ച് നോക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലുള്ള വലിയ വലിയ കാര്യങ്ങൾ സിമ്പിൾ വേർഡ്സിൽ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളെ ഒരു ഉൾക്കാഴ്ച ഒന്നുകൂടി കൂട്ടും അത്. അപ്പോൾ എല്ലാവരും ഇത് മേടിക്കുക, വായിക്കുക. ഞാനിത് വായിക്കാം. താങ്ക് യു. എന്തായാലും ചേട്ടാ എല്ലാവിധ ആശംസകളും, ഞങ്ങളുടെ പരിപൂർണമായ സപ്പോർട്ട് ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ഈ ബോധി ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഗുരുജിയോടൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് ചെയ്യണം എന്ന് ഞാനും ഗുരുജിയും തമ്മിൽ ആലോചിച്ചിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അബാക് ഒരു പുസ്തകത്തിൻ്റെ പ്രസാധകരാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു പ്രസാധക കമ്പനി, അബാക് ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസാധക കമ്പനി എല്ലാ ഗുരുക്കന്മാരുടെയും നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ഉടനെ യാഥാർത്ഥ്യമാകും. അപ്പോൾ ഞാൻ എഴുതുന്ന പുസ്തകം ആ കമ്പനിയല്ല, മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറാണ്. ഇനി മുന്നോട്ട് പോകെ തസ്മൈ ഗുരുജി എഴുതുന്ന ആ പുസ്തകം പ്രകാശനം ചെയ്യാനും എല്ലാ ഗുരുക്കന്മാരുടെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ഈ വേദിയിലാണ് ആദ്യം ഇത് പറയുന്നത്. അങ്ങനെ ഒരു സംരംഭം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ 4 വർഷങ്ങൾക്കപ്പുറം ഞാൻ ഒരാഗ്രഹം പങ്കുവച്ചിട്ടുണ്ട് ഗുരുജിയോടും മറ്റുള്ള ഗുരുക്കന്മാരോടുമെല്ലാം. അത് യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞു പോവാം. അതാവുമ്പോൾ ഇങ്ങനെ 4 വർഷമൊന്നും വേണ്ട, അതിന് മുമ്പ് നടക്കും. 3 വർഷം കൊണ്ട് തന്നെ നടക്കുന്നത് തീർച്ചയായിട്ടും നടക്കും. നമ്മൾ ശുദ്ധമാണെങ്കിൽ, പ്രപഞ്ചത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ പ്രപഞ്ചം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ അല്ലേ? അപ്പോൾ 100% നടക്കും. ഒരു വലിയൊരു ഗുരു പരമ്പര, നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പോലും അറിയാണ്ട് ഇതിൽ വന്നുപെട്ടു. കേരളത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു സാധനത്തെ നിങ്ങളിങ്ങനെ തഴുകി തലോടി കൊണ്ടു നടക്കുകയാണ്. ഇതേ വേദിയിൽ നിങ്ങൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടിക്കുന്ന ഇതിൻ്റെ 10 ഇരട്ടി ആളുണ്ടാവും. പക്ഷെ ആള് കുറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ സഹനത്തോടു കൂടി കൊണ്ടു നടക്കണല്ലേ. നിങ്ങളെ നാളെ പ്രപഞ്ചം സംരക്ഷിക്കുന്നുള്ളതിന് ഒരു മാറ്റവും ഇത് ഈ പരിപാടിയുടെ അവസാനത്തെ പറയാൻ വെച്ചിരുന്നതാണ്. സ്പിരിച്വൽ അവേർ 1 പ്ലാൻ ചെയ്തപ്പോൾ, നടപ്പിലാക്കിയപ്പോൾ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായി. പിന്നീട് ഫിസിക്കലി നമുക്ക് ആളെ കിട്ടാത്ത പാട്, അറേഞ്ച് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വണ്ടി എടുത്ത് നേരെ ഇവിടെ വന്നതൊന്നും അല്ലാണ്ട് ഞാനോ എൻ്റെ കുട്ടികൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നും അറിഞ്ഞിട്ടില്ല. ഗുരുജി പറയുന്നത് പോലെ പ്രപഞ്ചം നടത്തി തന്നു. ജയൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഓരോ ആളുകളും, ഒരുപാട് പേര്, ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, എല്ലാം ഭംഗിയായി നടക്കുന്നു. കഴിഞ്ഞ തവണ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വന്നത് അബാക് മീഡിയയുടെ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. അത് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് 2 മണിക്ക് നമ്മൾ ഇത് അവസാനിപ്പിച്ചിട്ട് ആഹാരത്തിന് പോകും. 3 മണിക്ക് തിരിച്ചെത്തും. അപ്പം ഞങ്ങൾ പറഞ്ഞത് 3 വർഷത്തിനപ്പുറം എന്ന് പറഞ്ഞത് സ്പിരിച്വലി കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്ന ഒരു 24/7 ചാനൽ ഭാരതത്തിലില്ല എന്നുള്ളതാണ്. അതിൻ്റെ കുറവ് നികത്താൻ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ചാനലിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നു. ഒന്നുമായിട്ടില്ല, ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ. എന്തായാലും ഇനി ഒരു കലാസൃഷ്ടി പറയൂ. ഇത് മറ്റൊരു സാധനമാണ്. ഈ കുടുംബം ഇങ്ങനത്തെ കലയൊന്നും ഉണ്ടായിരുന്നൊരു ഫാമിലിയൊന്നും ആർന്നില്ല. മെഡിറ്റേഷനിലൂടെ കിട്ടിയ ഒരു കഴിവാണിത്. എന്തെങ്കിലുമൊക്കെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നാണ്. ആദ്യ സമയത്ത് എനിക്ക് അവരുണ്ടാക്കിയ കുറേ മയില്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു. ഇപ്പോൾ ഒരു കോയിൻസിഡൻറ്റ് പോലെ വന്നേക്കാണ്. ഇതിന് ടൈറ്റിൽ ഇല്ല എന്നേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ പ്ലാൻ ചെയ്തതല്ല, രണ്ടും വ്യത്യസ്ത സമയത്ത് നടന്നു. എന്തിനാ അയച്ചു കൊടുത്തത്? ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്തിരുന്നോ? സ്റ്റേജിൽ ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ 2 പേരും പ്ലാൻ ചെയ്യാതെ, ഒരാൾ ഇതിൻ്റെ കൂടെ ദിവ്യ സെഷൻസ് എന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുവന്നു, ഒരാൾ ആ പടം കിട്ടിയതിനെ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ആക്കി കൊണ്ടുവന്നു. ഇതായിരുന്നു പുള്ളി ബുക്കിന് പ്ലാൻ ചെയ്തായിരുന്ന ആദ്യത്തെ ഒരു ഇമേജ്. ഇതെങ്ങനെയാ അയച്ചു കൊടുത്തോ? അതിനുള്ളിൽ കിട്ടേണ്ടടുത്ത് കിട്ടി. എന്താണെങ്കിലും നല്ല പെയിൻറ്റിങ് ആണ്. ഇത് രണ്ടും പ്രകാശനം മാത്രമല്ലല്ലോ, വേണ്ടവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് മേടിക്കാം കേട്ടോ. ഓക്കെ, ഇത് ഗുരുദേവന്റെ അവസാനത്തെ പ്രതിഷ്ഠയാണ്. കണ്ണാടി അല്ല, അവസാനത്തെ അല്ല, രണ്ടാമത്തെ പ്രതിഷ്ഠയാണ് കണ്ണാടി പ്രതിഷ്ഠ. അപ്പോൾ അതിനെ ഒരു എന്താ പറയുക, ഉൾക്കൊണ്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചെടുത്തതാണ്. ഇതൊന്നും ഇവരുണ്ടാക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യണതല്ല. ഇതൊക്കെ നമ്മളെ കൊണ്ട് തനിയെ പ്രവർത്തിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നടന്നു എന്ന് പറഞ്ഞില്ലേ,
ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ എന്തോരം അറേഞ്ച്മെൻറ്റ് നടന്ന എത്ര ദിവസം ഉറക്കം ഉളയ്ക്കേണ്ടി വരും. ഇതൊന്നുമില്ലാതെ തനിയെ സംഭവിച്ചു എന്ന് ഇപ്പോൾ രോഹിത് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ ഉൾപ്പെടെ എന്ത് നടക്കേണ്ടതൊന്നും പ്ലാൻ ചെയ്ത് നടക്കാനല്ല. ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ മീൻ പോകുന്ന പോലെ പോവാണ്. അപ്പോൾ ഇതാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് മേടിക്കാം. അതിനെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇവരുമായിട്ട് നേരിട്ട് കണ്ടായത്. ഇവിടെ ഉണ്ട് പെയിൻറ്റിങ്. ഭക്ഷണം കഴിഞ്ഞ് സമാധാനമായിട്ട് വന്ന് നിങ്ങൾ നല്ല പെയിൻറ്റിങ് ആണെന്ന് തോന്നുകയാണ്, അവർ ചെയ്ത കലയ്ക്കൊരു മൂല്യമുണ്ടെങ്കിൽ അത് കൊടുത്ത് വാങ്ങിക്കാം.